പിതൃദോഷം പരിഹരിക്കുന്നതിനും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആത്മാക്കളെ ഇരുത്തുന്നതിനും വേണ്ടി വീട്ടിലൊരു പൂജ നടത്തിയിട്ട് 6 മാസമായി. എല്ലാം കൂടി 80,000 രൂപ ചിലവായി. ഇപ്പോഴും വീട്ടിൽ പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞ് ഗായത്രി മഠത്തിലേക്ക് വിളിക്കുന്നവരുടെ എണ്ണം ഇപ്പോൾ വളരെ കൂടുതലാണ്. ഇപ്പോൾ ഒരു പിതൃപൂജയുടെ മൊത്തം ചിലവ് 80,000 മുതൽ 1,00,000 വരെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. അതിനൊറ്റ പരിഹാരമേ ഉള്ളൂ. അന്ധവിശ്വാസങ്ങളെ പടിക്ക് പുറത്തു നിർത്തി വേദങ്ങളെയും ഉപനിഷത്തുക്കളെയും സ്മൃതികളെയും ആധാരമാക്കിയുള്ള ഈ ചെറിയ വീഡിയോ ഭക്തിയോടുകൂടി കേൾക്കുക. ധാരാളം പണച്ചെലവുള്ള ഇത്തരം ഒരു പൂജാരീതി നിലവിൽ വന്നിട്ട് കുറച്ചു കാലമേ ആയിട്ടുള്ളൂ. പണത്തോടുള്ള ആർത്തി പുരോഹിതരെ ബാധിച്ചതാണ് ഇതിന് കാരണം. ഇത് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം. പിതൃദോഷങ്ങൾക്ക് വലിയ പൂജകളും ആഡംബര കർമ്മങ്ങളും നിർബന്ധമാണെന്ന ധാരണ ശാസ്ത്രസമ്മതമല്ല. ഇന്ന് പല പുരോഹിതരും ജ്യോതിഷികളും കടുത്ത പിതൃദോഷം പറഞ്ഞ ആളുകളെ ഭയപ്പെടുത്തി ചിലവേറിയ പൂജകൾ നടത്തുന്നുണ്ട്. പിതൃപരിഹാരം ഭയമുണർത്തുന്ന ശാപനിവാരണമല്ല. സത്യധർമ്മ ജീവിതം അനുസരിച്ച് പിതൃക്കളെ സ്മരിച്ച് ജീവിക്കുന്നതാണ് ഏറ്റവും നല്ല മാർഗം. പണം ചെലവഴിച്ച് വലിയ പൂജകൾ നടത്തുന്നതല്ല, മറിച്ച് ശ്രദ്ധയോടെയും ഭക്തിയോടെയും ചെയ്യുന്ന ലളിതമായ കർമ്മങ്ങളാണ് ശാസ്ത്രം അംഗീകരിക്കുന്നതെന്നും ഭയം സൃഷ്ടിച്ച് ധർമ്മത്തെ വ്യാപാരമാക്കുന്ന പ്രവണതകളിൽ നിന്ന് വിശ്വാസികൾ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ നിങ്ങൾ പുരോഹിതരാൽ പറ്റിക്കപ്പെട്ടേക്കാം. അതിന് ഈശ്വരനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല.